പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് സംസാരിക്കണം. ജാസ്മിനും റോക്കിയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചും ജിൻഡോ എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഈ പറയുന്ന എന്താണ് വളരെ നിഷ്കളങ്കമായി കാണുന്ന ജിൻഡോയെ കുറിച്ചും സംസാരിക്കണം. എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഇന്നൊരു ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുത്തത് സിജോ, അൻഷിബ, റോക്കി ഈ പറയുന്ന മൂന്ന് പേരെയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തത്. അതുപോലെ ജയിൽ ടാസ്കിലേക്ക് അർജുൻ എന്ത് ചെയ്തു? ഈ പറയുന്ന പവർ ടീമുകളെല്ലാം കൂടി ചേർന്ന് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു അർജുൻ. അതിനുശേഷം നിഷാനെ ബാക്കി എല്ലാവരും കൂടി എല്ലാം കൂടി തീരുമാനിച്ചു. ഇവർ രണ്ടുപേരും ജയിലിലേക്ക് പോയിട്ടുണ്ട്. അർജുനെ ഈ പവർ ടീം ആൾക്കാർ തെരഞ്ഞെടുത്തതിന് ബദലായി അല്ലെങ്കിൽ അതിന് പ്രതികാരമായി അർജുൻ ഉടനെ അതിനകത്ത് കയറി പിന്നെ ഈ പറയുന്ന എന്താണ് പാലെടുക്കുന്നു, കുടിക്കുന്നു. അർജുന്റെ മറ്റൊരു മുഖം സത്യം പറഞ്ഞാൽ പുറത്ത് വന്നു എന്നുള്ളതാണ്. കുറച്ച് ആക്റ്റീവായി വരുന്നുണ്ട്. പവർ ടീമിന്റെ കേസ് പറഞ്ഞാൽ ഇതുപോലത്തെ വേസ്റ്റ് പവർ ടീം ആരുമില്ല. അത് ഏറ്റവും പക്കാ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സീലേഖ എന്താണ് ചെയ്യുന്ന ഒരു വ്യക്തമായ പിന്നീട് നിലപാടുകളും ഇല്ലാത്ത പോലെ സീലേഖ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരാളെ ആരെ നോമിനേറ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ പോലും ഒരു പേരെടുത്ത് പറയാനും കൂടി പിന്നീട് തന്റെ ഇടമില്ലാത്ത അല്ലെങ്കിൽ നിലപാടില്ലാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് ശ്രീലേഖ തോന്നുന്നു. അവരെന്ത് പറയുന്നു അതിനെ ഒപ്പോസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ശ്രീലേഖ എനിക്ക് മനസ്സിലാക്കിയത്. ഓക്കെ, ഇന്ന് പ്രധാനപ്പെട്ട ജാസ്മിനും റോക്കിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വന്ന ഒരു സാധനം അതാണ്. അതായത് ജാസ്മിൻ വന്ന് എന്ത് ചെയ്യുന്നു, അതായത് ഇന്നലെ തന്നെ ജാസ്മിന്റെ വാപ്പ വന്ന് ജാസ്മിനെ കുറിച്ച് പറഞ്ഞപ്പോ ജാസ്മിൻ ആരെടുത്ത് നമ്മുടെ ഈ ഗബ്രിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ പേരുന്ന റോക്കി എന്ന് പറഞ്ഞിട്ട് പേടിച്ചോടുന്ന ഒരു സംഭവമൊക്കെ കണ്ടു. ഓക്കെ, അതിനൊക്കെ ശേഷം ഇന്നലെ എന്ത് ചെയ്തു? ഈ പറയുന്ന ജാസ്മിൻ റോക്കിയുടെ കൈ കൊടുക്കാൻ പോകുന്നു. റോക്കി കൈ കൊടുക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല ആ ഒരു ക്ഷണം. സോറി എന്ന് അവൻ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ ഇന്ന് വാഷ്റൂം ഏരിയയിൽ നിൽക്കുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ വന്ന് എന്നോട് സംസാരിക്കുന്നു. ഈ 2 ദിവസത്തേക്കെങ്കിലും ഒന്ന് മര്യാദയ്ക്കിരിക്കണം, നീ എന്നെ ഒന്ന് വെറുതെ വിടണം. അത് വലിയ ലാലേട്ടം വരണ വരെ നീ എന്നെ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്, അതുവരെ നീ ഒന്ന് സമാധാനപ്പെട്ടൊന്നും ചെയ്യാതിരിക്കണം എന്ന് പറയുമ്പോൾ റോക്കി എടുത്തോലെ പറയുന്നതേ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇനിയും ചെയ്യും, നീ അതും അമ്മാതിരിയാണ് എന്നെ എന്ത് ചെയ്തത്, ഈ പറഞ്ഞതുപോലെ എന്നെ അമ്മാതിരിയാണ് നിങ്ങൾ ഹെർട്ട് ചെയ്തത്, എന്നെ അങ്ങനെ നിങ്ങൾ ട്രിഗർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് റോക്കി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയില്ലേ, അപ്പൊ അവൾ അങ്ങനെ വന്നൊരു 2 ദിവസത്തെ ഇത് ചോദിച്ചപ്പോൾ അവിടെ അത് പറ്റില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു. പക്ഷെ ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ സത്യം ഞാൻ ഈ പറയുന്ന ജാസ്മിന്റെ മുഖം കണ്ടപ്പോൾ, ജാസ്മിൻ ഈ പറയുന്ന റോക്കിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നെങ്കിലും അവളുടെ മുഖം കണ്ടറിയാം ഭയങ്കര വൈരാഗ്യ ബുദ്ധിയായിട്ട് ഇങ്ങനെ ഓന കടിച്ചില്ലാൻ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് അവളുടെ മുഖഭാവം. ആ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ആരും അവൾക്ക് മാപ്പ് കൊടുക്കുകയോ അവൾ എതിർത്ത് പറയുകയൊക്കെ തന്നെ ഇങ്ങനെയാണ് ഒരാളുടെ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നീ അങ്ങനെയൊന്നും പറയല്ലെന്ന് ആദ്യം ജാസ്മിൻ വന്ന് ഇവന്റെ അവിടുത്തെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റോക്കി എന്താ പറഞ്ഞു, ശരി ഓക്കെ. ഇവള് വീണ്ടും ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിടുകയും ഈ പറഞ്ഞ പോലെ അവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അവനോടുള്ള ദേഷ്യം. പിന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ അവനെ കളിയാക്കും പോലെ പറയുമ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ റോക്കി ആ സമയത്ത് എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ വെറുതെ വിടാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞതിൽ ഇപ്പൊ എനിക്ക് ഒരു തെറ്റായിട്ട് തോന്നില്ല. കാരണം അങ്ങനെയാണ് ജാസ്മിൻ അവരോട് സംസാരിച്ചത്, അങ്ങനെയാണ് ജാസ്മിന്റെ മുഖഭാവം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അവൾക്ക്, ഈ പറയുന്ന റോക്കിയുടെ അടുത്ത് അത്രയ്ക്കുള്ള ഒരു ദേഷ്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. അതാണ് എനിക്ക് ജാസ്മിനും റോക്കിയുമായിട്ടുള്ള ഒരു വിഷയം. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് റോക്കിയുടെ കേസിൽ നാളെ ലാലേട്ടൻ വരുമ്പോൾ ഏറ്റവും മുട്ടം പണി കിട്ടാൻ പോകുന്ന ഒരാൾ ആരംഭിച്ചാൽ അത് റോക്കിയാണ്. നല്ല പണിഷ്മെന്റ് കിട്ടും. ഈ പറഞ്ഞ പോലെ റെഡ് കാർഡ് വരെ അല്ലെങ്കിൽ ലാസ്റ്റ് വാർണിംഗ് വരെ കിട്ടാവുന്ന കുറ്റങ്ങൾ മൊത്തം റോക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടി ഡാമേജ് അത് ഒരു പരിധി വരെ ക്ഷമിക്കും. പക്ഷേ ഈ പറയുന്ന ഭീഷണി 1 അല്ല 2 അല്ല 3 4 വട്ടം തുടർച്ചയായിട്ട് നിന്റെ ചെവുക്കുറ്റി അടിച്ച് തെറിപ്പിക്കും. ജാസ്മിനോട് പറഞ്ഞു, ഈ പറയുന്ന ഗബ്രിയരോട് ഇന്നും പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, നിന്റെ 32 പല്ലും ഞാൻ അടിച്ച് തെറിപ്പിക്കും, നിന്റെ ചെപ്പ് പിന്നെ പുറത്താണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു കളയും, മറ്റത് കളയും എന്ന് പറയുന്ന ഭീഷണി അത് വലിയൊരു സാധനമാണ്. അതിന് നാളെ റോക്കിയെ എടുത്തിട്ട് പൊരിക്കും. എഴുതി വെച്ചോ, നാളെ എയറിൽ കയറാൻ പോകുന്ന വ്യക്തി റോക്കിയാണ്, എന്നൊരു മാറ്റമില്ല. റോക്കി നല്ലൊരു പ്ലെയർ ആണ്, നല്ല പോയിന്റുകൾ എടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അഹങ്കാരമുണ്ട്, ഞാനാണ് എല്ലാം എന്നുള്ളൊരു ഭാവമുണ്ട്, ഒരു സ്വയം പൊങ്ങിയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായോ? ഇന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ഓർത്തൊക്കെ എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം റോക്കിയുള്ള പിന്നെ സീസണിലാണ് നിങ്ങൾ വന്നു, അങ്ങനെയുള്ള ഈ പറയുന്ന
അഹങ്കാരം. അതിപ്പോ ആര് പറഞ്ഞാലും ശരി, അത് പ്രേക്ഷകർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? കുറച്ച് ഞാനാണ് എല്ലാം എന്നുള്ളൊരു ഭാവം വന്നു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, അങ്ങനെ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ താഴോട്ടേ പോകത്തുള്ളൂ. അപ്പോ ഇനി അടുത്ത ജിൻഡോയെ കുറിച്ചാണ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയാനുള്ള കാര്യം. ജിൻഡോ നമുക്കറിയാം, ഒരു മണ്ടൻ എന്നുള്ള ഒരു ടാഗ് ലൈൻ കിട്ടുന്നു. എല്ലാവരും മണ്ടൻ എന്ന് പിന്നെ അവനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മാനം അവന് കൊടുക്കുന്നു. അതിൽ അവന് ഭയങ്കര വിഷമമാകുന്നു. പല മണ്ടത്തരങ്ങൾ പറയുന്നു. എന്താണ് പിന്നീട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ഏറിൽ പോകുന്നു. നീ ബാത്റൂമിൽ വന്നാൽ മതി, എന്നെ ഞാൻ നിനക്ക് എന്റെ പിന്നെ ബോഡി ഷോ കാണിച്ചു തരാം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യമുന റാണിയോട് പിന്നെ ജിൻഡോ പറയുന്നു. ഏറിലാവുന്നു. എല്ലാവരും ഇവന് ബുദ്ധിയില്ലാത്ത, ശരീരം മാത്രമേ ഉള്ളൂ, ഒരു ബുദ്ധിയില്ലാത്തവൻ എന്ന് പറയുന്നു. അതിനുശേഷം ഓരോ കാരണങ്ങൾ കൊണ്ട്, ഓരോ ഇൻസിഡൻസ് കൊണ്ട്, അവന്റെ ഈ പറയുന്ന കുട്ടിത്തരങ്ങൾ കൊണ്ട് അവന്റെ ഡാൻസ് കളിക്കുക, മറ്റതൊക്കെ കണ്ടിട്ട് ഇവന് പതുക്കെ പ്രേക്ഷക പിന്തുണ വർദ്ധിച്ചു വരുന്നു. ആ മണ്ടനിൽ നിന്നും പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ പറയുന്ന പവർ ടീമിലേക്ക് കയറി ഞാൻ വെറും മണ്ടനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, വലിയൊരു ഹീറോ പരിവേഷത്തിലേക്ക് വരുന്നു. അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ സ്മോക്കിംഗ് റൂമിൽ നിന്ന് പൊട്ടിക്കരയുന്ന ജിൻഡോയെ നമ്മളെ കൊണ്ട്, അതിനുശേഷം തന്റെ അമ്മയെ വിളിച്ചിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എനിക്കിത് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു കരച്ചിലാണോ അതോ പ്രേക്ഷകരെ പറ്റിക്കുന്നതാണോ എന്നുള്ളതല്ലോ. ഞാനൊരു റിവ്യൂവർ എന്ന നിലയിൽ എനിക്കത് തോന്നിയ കാര്യം ഞാൻ പറയണം. ഇതവൻ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് എനിക്കത്. അത് ലൈവ് കണ്ടവരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് പ്രേക്ഷകരെ അവൻ ആ ഒരു ലൈൻ പിടിക്കുകയാണ്. വളരെ ഗെയിമറാണ് ഒക്കെ ശരി തന്നെ. പക്ഷെ ഈ പറയുന്ന പ്രേക്ഷകരെ എന്താ പറയുന്ന വളരെ ഒരു ഇമോഷണലി കൊണ്ടുവരാനുള്ള ആ ഒരു ട്രാക്കാണ് പിടിക്കുന്നത്. ഇവൻ ഇതിനകത്ത് ഈ സിഗരറ്റ് ഈ പറയുന്ന വലിക്കുന്ന ആ സ്ഥലത്തിരുന്ന് എന്ത് ചെയ്ത് ഇങ്ങനെ കരഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം ക്യാമറയെ നോക്കുന്നുണ്ട്. ക്യാമറ അവന്റെ ദേഹത്ത് ഇങ്ങനെ സൂം ചെയ്യുന്നത് അവൻ കാണുന്നുണ്ട്. അതുമല്ല, ആരെങ്കിലും വരുന്നോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്, ആരെങ്കിലും എന്നെ കാണട്ടെ എന്നുള്ള രീതിയിൽ അവൻ കാണിക്കുന്നു. അതിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി ഇതെല്ലാം ആക്ടിംഗ് ആണ്. ഇതെല്ലാം ഒരു പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കും പോലെ നമ്മൾ ഈ റോക്കി എന്ന് പറഞ്ഞ ഒരു മണ്ടനൊന്നുമല്ല. ഈ ഒരു സാധനം പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇമോഷണൽ ഡ്രാമ റോക്കി ചെയ്യുന്നു. അതുപോലെ തന്നെ അവന്റെ അമ്മയെ വിളിച്ച് അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഇതാവും എന്നൊക്കെ പറയുന്നത് ഒരു നല്ല ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. റോക്കിയുടെ ഗെയിം സ്ട്രാറ്റജി അതാണ്. റോക്കി അവിടെ ശ്രമിക്കുന്നത് എന്താണ്, നമ്മുടെ പ്രേക്ഷകരെ മണ്ടരാക്കുക എന്നുള്ളതാണ് റോക്കിയുടെ ഗെയിം. വളരെ വ്യക്തമാണത്. ഒരു തരി പോലും എനിക്കതിൽ സംശയമില്ല. ഈ കരഞ്ഞതെല്ലാം, ഈ കടന്നു കാണിക്കുന്ന ഡാൻസ് ആയിക്കോട്ടെ, ഇന്ന് ഈ പറയുന്ന സിഗരറ്റ് റൂമിൽ കടന്ന് കാണിച്ച്, ഇതെല്ലാം ഡ്രാമയായിരുന്നു എന്നാണ് എന്റെ വിലയിരുത്തൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ആ ഒരു ആക്ടിൽ നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളൊരാളെ പറ്റിച്ചുകൊണ്ട് നേടുന്നത് എനിക്ക് ഞാനൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളിപ്പോ ഞാൻ അറിയാണ് പുള്ളി ഇത് കാണിക്കുന്നത് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടാണ്, പ്രേക്ഷകരെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് പറയുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ഞാനത് പറയുന്നു. നിങ്ങൾക്ക് ആർക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയത് തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്. അതിനൊന്നും മറ്റൊരു കാര്യം കൂടി, നാളെ എവിക്ഷൻ ഡേ ആണ്. നാളെ ഒരാൾ പുറത്തു പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിശാനയാകും എന്നും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിശാനെ അവിടെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. നിശാനെ മാറ്റിയിട്ട് ഒരു വൈൽഡ് കാർഡ് വരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും അപ്ഡേറ്റ് എല്ലായ്പ്പോഴും പോലെ ഏറ്റവും മുമ്പേ വളരെ വ്യക്തമായിട്ട്, വളരെ ജെന്യുവനായിട്ട്, പക്ക ഇതായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയെങ്കിലും അതൊന്ന് ചെയ്തു വെക്കുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.